43ാം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ പ്രസിദ്ധനായ രാഷ്ട്രീയക്കാരൻ ശ്രീ കെ മുരളീധരൻ സാറാണ്. സ്വാഗതം സാർ. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഇവിടെ ബുക്ക് ഫെയറിലേക്ക് എത്തുന്നത്. കുറച്ച് കുളിർമയൊക്കെ തോന്നുന്നുണ്ടോ മനസ്സിന്? തീർച്ചയായിട്ടും. കാരണം തിരക്കേറിയ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു റിലാക്സാണ് ഇതുപോലുള്ള പുസ്തകമേളകൾ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. മാത്രമല്ല, ഇന്നത്തെ യങ് ജനറേഷനൊക്കെ ഇതിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഈ ചെറുപ്പത്തിൽ വായനയൊക്കെ എങ്ങനെയാണ് പിതാവ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും മലയാള പത്രം വായിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ വായന കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ വായിക്കുന്ന നമ്മുടെ മനസ്സിൽ പതിയും. നമ്മളിപ്പോൾ എത്ര ടി വി കണ്ടാലും ഒരു വാർത്ത നമ്മൾ ടി വിയിൽ കാണുകയാണ്, അത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് പോയി. നേരെ മറിച്ച് വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയുന്നു, അത് വേണ്ട നേരത്തെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നു. അതാണ് പത്രം വായനയുടെ ഗുണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അവസരം കൊടുത്താൽ യുവതലമുറ ഇതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. ഞാൻ പലപ്പോഴും ജനപ്രതിനിധി എന്നുള്ള നിലയിലൊക്കെ പല ഈ പുസ്തകമേളകളിലും നാട്ടിൽ പോകുമ്പോൾ തന്നെ ചെറുപ്പക്കാർ ധാരാളം പുസ്തകം വാങ്ങിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മലയാള പത്രം ഒരു മലയാള പുസ്തകം കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അത് വായിക്കാനാണ്. ചിലർ ഇംഗ്ലീഷ് വായിച്ചിട്ട് ഒരു ഫാഷന് വേണ്ടി ചിലപ്പോൾ വാങ്ങിക്കും. പക്ഷേ മലയാളം അങ്ങനെ ഫാഷന് വേണ്ടിയിട്ടല്ല വാങ്ങുക, അത് വായിക്കാൻ തന്നെയാണ് വാങ്ങുക. അങ്ങനെ എത്രയോ ചെറുപ്പക്കാരും ഒക്കെ ഈ ബുക്ക് വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം വായന ഒരിക്കലും മരിക്കില്ല, അത് ഒട്ടും ശരിയല്ല പറയുന്നത്. ഓക്കെ, രാഷ്ട്രീയത്തിലാണെങ്കിലും പലപ്പോഴും കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകം ഒരു ഘട്ടത്തിൽ ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയ ഒരു പുസ്തകം? അല്ല, പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ ഇതാണ്. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിലെ ഏറ്റക്കുറച്ചിൽ ഇതുമായിട്ട് ബാധകമില്ല. പുസ്തകങ്ങൾ കഴിയുന്നത് ഞാൻ യാത്രകളിലാണ് വായിക്കാറുള്ളത്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ ഏറ്റവും പുതുതായിട്ട് വായിക്കുന്ന? അല്ല, ഞാൻ കിട്ടുന്ന നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് വായിക്കാറുണ്ട്. ഓക്കെ, ഈ പുതിയ ജനറേഷന് പറഞ്ഞു കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഇത്തരം ഈ പുസ്തകങ്ങൾ വായിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു 2-3? അല്ല, പ്രത്യേകിച്ച് ഗാന്ധിജിയെ സംബന്ധിച്ച പുസ്തകങ്ങൾ വായിക്കണം. നമ്മുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ്ജി, ഇപ്പം അദ്ദേഹത്തിനായിട്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിനെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ശ്രമിച്ച ശ്രമങ്ങൾ അത് എന്നും നിലനിന്നേ മതിയാവും. കാരണം എല്ലാം ഒരു തകർന്ന ഇന്ത്യയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത്. അതിനെ ഇന്നത്തെ ഇന്ത്യയായി ഡെവലപ്പ് ചെയ്തതിൻ്റെ ശിലാസ്ഥാപനം നടത്തിയ നെഹ്റുവാണ്. അതുപോലെ തന്നെയാണ് ഗാന്ധിജി. ഇവർ രണ്ടുപേർക്കും ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ സുപ്രധാന പങ്കുണ്ട്. അതുപോലെ തന്നെ ഒരു ആശയം നമ്മുടെ ഭരണഘടനയ്ക്ക് വിഭാവന ചെയ്ത ഡോക്ടർ അംബേദ്കറാണ്. ഇവരുടെയൊക്കെ ഓർമ്മകൾ തീർച്ചയായിട്ടും അവരുടെ ചില രാഷ്ട്രീയ നയങ്ങളോട് വിയോജിപ്പുണ്ടാകും, പക്ഷേ അവരുടെ സേവനത്തിനൊരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ സാധ്യമല്ല. ഓക്കെ, ഈ രാഷ്ട്രീയത്തിൽ എന്നുള്ള കാരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ പറ്റും. നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും ഈ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് കുട്ടികൾ വായിക്കാത്തൊരു പ്രശ്നം. നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഏറ്റവും ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ മാത്രമേ ചരിത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ചരിത്രത്തിൻ്റെ 10-1 പോലും അവർക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഏത് സബ്ജക്റ്റ് എടുത്താലും ഇന്ത്യയുടെ ചരിത്രം ഒരു നിർബന്ധ വിഷയമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അവസാനമായിട്ട് രാഷ്ട്രീയം തന്നെ ചോദിക്കാം. എന്താണ് കേരളത്തിലെ ഇലക്ഷൻ്റെ സ്ഥിതി? ഇലക്ഷനിൽ 3 UDF വിജയിക്കും. വയനാട്ടിൽ 5 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പാലക്കാട് നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ നിലനിർത്തും. ചേലക്കര നല്ല വർക്ക് നടക്കുകയാണ്, അത് ഞങ്ങൾ പിടിച്ചെടുക്കും. ഓക്കെ, എല്ലാവിധ ആശംസകളും. സന്തോഷം.